ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണക്കമീനിൻ്റെ ഒരു റെസിപ്പിയാണ്. അതായത് വളരെ ടേസ്റ്റി ആയൊരു ഉണക്കമീനാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നത്തോലിയാണ്. നമ്മളെ നാട്ടിൽ ഇത് കൊല്ലച്ചേരി എന്ന് പറയും. അപ്പോൾ ഈസി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ തലയും വാലും ഒക്കെ എടുത്ത് കളയാം. വളരെ ടേസ്റ്റി ആയൊരു കറിയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ തലയും വാലൊക്കെ എടുത്തിട്ട് നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് നല്ലോണം വാഷ് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായിട്ട് ഒരു തക്കാളി, ഒരു സവാളാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമുക്കിനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വാഷ് ചെയ്ത ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് അതിൽ തന്നെ മുളക് പൊടി ആ ഒരു വെള്ളത്തിൽ വെന്ത് കിട്ടണം. മൂടി വയ്ക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് കുറഞ്ഞതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ട് ഒരു കപ്പ് തേങ്ങ, ജീരക, വെളുത്തുള്ളി. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കതിന് തേങ്ങ, ജീരക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കൊല്ലച്ചേരി കറി റെഡിയാണ് ഉണക്കമീനിൻ്റെ. നമ്മളവിടെ ഇതിനെ കൊല്ലച്ചേരി എന്ന് പറയും. നിങ്ങളവിടെ ഇത് എന്ത് പറയുന്നൊന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.